ജ്യോതിഷപ്രകാരം സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങൾക്ക് ഭാഗ്യമാണ്. നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും, സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും. ഒരുപാട് കാലമായി അനുഭവിച്ച സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്ന സമയമാണ്. 2025 സെപ്റ്റംബർ മുതൽ ഈ ഭാഗ്യ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ. ഇവരുടെ എല്ലാ സങ്കടങ്ങളും തീരുകയാണ്. ക്ഷേത്രദർശനം നടത്തണം. പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വന്നു ചേരും. നിങ്ങൾ എത്ര വലിയ സങ്കടത്തിലാണെങ്കിലും, എത്ര വലിയ ദുരിതത്തിലാണെങ്കിലും ആ ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇവിടെ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് സകല പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ്. വിനായകന് വഴിപാട് നടത്തണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ആദ്യം വിനായക വഴിപാട് നടത്തണം. വിനായകന് വഴിപാട് നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ഇപ്പോൾ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്ന പലരും വിദേശ രാജ്യത്തൊക്കെ ഉള്ളവരായിരിക്കും. ഒരുപക്ഷെ തൊട്ടടുത്ത് ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾ വിനായകൻ്റെ പടം വെച്ച് പ്രാർത്ഥിക്കണം. വിനായക സഹസ്രനാമം കേൾക്കണം. യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട്. സഹസ്രനാമം കേൾക്കുക. ദേവിക്ക് ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭദ്രകാളി ദേവിക്ക് അല്ലെങ്കിൽ ദുർഗാദേവിക്ക് ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറ്റി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും. സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ധനപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് കിട്ടും. ധനപരമായിട്ട് നിങ്ങൾ എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ തീരാൻ പോവുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവുകയാണ്. സെപ്റ്റംബർ മാസം അങ്ങനെ ഒരു നല്ല സമയമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. ഇത് ചുമ്മാ പറയുന്നതല്ല, ഇത് കളിയായിട്ട് കാണുകയും വേണ്ട. ഞാനീ പറയുന്ന 9 നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം. ഗണപതിക്ക് കർഗമാല ചാർത്തി പ്രാർത്ഥിക്കണം. അതൊക്കെ നമുക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ഇതിൽ പലരും പല രീതിയിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒന്നീ സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച് മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ആ വേദനകളും ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി മനോബലം വർദ്ധിച്ച് ഒരുപാട് ദോഷങ്ങളൊക്കെ മാറിക്കെട്ടി, കുടുംബദോഷങ്ങളൊക്കെ മാറിക്കെട്ട്, ധനപ്രശ്നങ്ങളൊക്കെ മാറിക്കെട്ടി നല്ല സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ്. അതിരാവിലെ മഹാമൃത്യുഞ്ജയ ഹോമം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും. ഈ 2 പൂജയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അമ്മ മാരിയമ്മയ്ക്ക്, എൻ്റെ ഉപാസനാമൂർത്തിയായ മാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയും ഉണ്ടായിരിക്കും. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഞാനിതെല്ലാം എഴുതിയെടുത്തതിന് ശേഷം നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒരുപാട് നാളുകളായി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുന്നത്, ഒരു മാറ്റവും വന്നു ചേരുന്നില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചില വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് തന്നെ പോകണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വിനായകൻ്റെ പടം വെച്ച് പ്രാർത്ഥിക്കണമെന്ന്, വിനായക സഹസ്രനാമം കേൾക്കണമെന്ന്, കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന്. കുടുംബക്ഷേത്രത്തിൽ പോയി ദേവിയെ പ്രാർത്ഥിക്കുക. അച്ഛൻ വഴി അമ്മ വഴിയുള്ള ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അവിടെയൊക്കെ പോകാതെ നിങ്ങൾക്ക് ഒരു കാലത്തും വലിയ ഗതിയൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകർക്ക് ധനപ്രാപ്തി ഉണ്ടാകും, നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയമാണ്.
അതുപോലെ തന്നെ ഭൈരവന് കുരുമുളക് ദീപമൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക അശ്വതിയുടെ നല്ല സമയമാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ്. ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കാർത്തികയ്ക്ക് ഇനി കഴിയും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. അവിടെ ധാര, കൂവളമാല, മഹാമൃത്യുഞ്ജഹോമം, പിൻവിളക്ക് ഇവയൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം പുണർദ്ധമാണ്. അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ഞാൻ എപ്പോഴും പുണർദ്ധ നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകും. വസ്തുവകകൾ വിൽക്കാനുണ്ടെങ്കിൽ അതൊക്കെ വിൽക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാൻ അത് കാരണമാകും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ഭാഗ്യത്തിൻ്റെ സമയമാണ്. സർപ്പക്കാവിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ആയില്യം നക്ഷത്ര ജാതകരുടെ സകലവിധ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ കാരണമാകും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, സന്തോഷമാണ് ആയില്യത്തിന് വന്നു ചേരുക. ഇനി ജീവിതത്തിലെ ഉയർച്ചയുടെ സമയം തന്നെയാണ്. ആയില്യം രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ മനോബലം വർദ്ധിക്കും, ദോഷങ്ങൾ മാറും, കുടുംബദോഷങ്ങളൊക്കെ മാറിക്കിട്ടും, ധനപ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും എല്ലാ ഐശ്വര്യവും വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം മഖമാണ്. മഖത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ധനപ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും, ധനപരമായിട്ട് ഒരുപാട് പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മഖത്തിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം. മകം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിലെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ്. ആശകളൊക്കെ നിറവേറുന്ന സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് മകം എത്തിച്ചേരും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ്. സെപ്റ്റംബർ മാസം ഇവരെ സംബന്ധിച്ച് ചില നല്ല കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ചിത്തിര നക്ഷത്ര ജാതകരുണ്ട് എങ്കിൽ ഇതൊന്ന് കുറിച്ചു വെച്ചോളൂ. ഭാഗ്യത്തിലേക്കാണ് വന്നു ചേരുന്നത്. അപ്രതീക്ഷിതമായ ധനനേട്ടം സംഭവിക്കും. ഒരുപാട് കാലമായി അനുഭവിച്ചു വന്നിരുന്ന എല്ലാ തടസ്സങ്ങളും മാറിക്കെട്ടി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ചിത്തിര എത്തിയിരിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കാണ്, അത്രയധികം നേട്ടത്തിലേക്കാണ് ചിത്തിര എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണത്തിനും വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങൾ താമസിക്കുന്ന വീടിനടുത്തൊരു ദേവീ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനമൊക്കെ നടത്തണം. വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ദേഷ്യമൊക്കെ കുറയ്ക്കണം. ദേഷ്യമൊക്കെ കുറയ്ക്കുന്ന വഴി നമുക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ തിരുവോണ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. നിങ്ങൾ ആരെയാണോ കൂടുതൽ ഭയപ്പെടുന്നത് ആ വ്യക്തി ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദോഷമായി നിൽക്കുന്നതെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത്. ഏറ്റവും അധികം നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട്. ഏറ്റവും അധികം ഭാഗ്യവും ഉയർച്ചയും ഒക്കെ തിരുവോണ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയ നക്ഷത്ര ജാതകർക്കും ഇനി ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ്. ഗണപതിക്ക് കർഗമാല ചാർത്തി പ്രാർത്ഥിക്കണം. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ യഥാശക്തി വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക. ഇത് നിങ്ങൾക്ക് ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കാരണമാകും. ഇത് നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും. നിങ്ങളുടെ മനോബലങ്ങളൊക്കെ ബാധിച്ച് ദോഷങ്ങളൊക്കെ മാറി, കുടുംബദോഷങ്ങളൊക്കെ മാറി, ധനപ്രശ്നങ്ങളൊക്കെ മാറിക്കെട്ടി എല്ലാ സമൃദ്ധിയും വന്നു ചേരുന്ന സമയം തന്നെയാണ്. ആശകളൊക്കെ നിറവേറുന്ന സമയം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. ചതയൻ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. ക്ഷേത്ര ദർശനം നടത്തണം. വിനായക വഴിപാട് നടത്തുക. തേങ്ങ ഉടച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കാരണമാകും. ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ചതയം എത്തിയിരിക്കുന്നത്. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും. ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്ന സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരുവാൻ ഇനി നിങ്ങൾക്ക് കഴിയും. ചതയത്തിൻ്റെ ഭാഗ്യസമയമാണ്. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നല്ല ഊർജ്ജസ്വലതയോട് തന്നെ മുന്നോട്ട് പോവുക. വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതിക്ക് സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ ജ്യോതിഷപ്രകാരം ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ടാകുന്ന സമയം, അല്ലെങ്കിൽ നേട്ടമുണ്ടാകുന്ന സമയം. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അപ്രതീക്ഷിതമായ ഒരു ധനനേട്ടം നിങ്ങളെ തേടി വരും. ഒരുപാട് കാലമായി അനുഭവിച്ചു വന്നിരുന്ന എല്ലാ തടസ്സങ്ങളും രേവതിക്ക് മാറിക്കിട്ടുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യമുണ്ട്. ക്ഷേത്ര ദർശനം നടത്തണം. ഞാൻ പറഞ്ഞ പ്രകാരം ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. ആദ്യം വിനായക വഴിപാട് നടത്തണം. വിനായകൻ്റെ ഫോട്ടോ വെച്ച് പൂജ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും. വിനായക സഹസ്രനാമം യൂട്യൂബിലൊക്കെ ഉണ്ട്. അത് കേൾക്കണം. ദേവിക്ക് ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഗണപതിക്ക് കർഗമാലി ചാർത്തി പ്രാർത്ഥിക്കണം.
യഥാശക്തി വഴിപാടുകളുമായി മുന്നോട്ട് പോവുക. ഭാഗ്യം തുണയ്ക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കെട്ടി ഒരുപാട് ഭാഗ്യവും നേട്ടവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. അങ്ങനെ വലിയ ഉയർച്ചയിലേക്ക്, ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാളെ പൂജയുണ്ട്, പ്രാർത്ഥിക്കും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.